മലയാളി അല്ലെങ്കിൽ കൂടിയും കേരളക്കരയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ആദ്യ സിനിമ അരയന്നങ്ങളുടെ വീട് മുതൽ അവസാനം റിലീസ് ചെയ്ത രജനി വരെ ആ സ്നേഹം ലക്ഷ്മി ഗോപാലസ്വാമിക്ക് മലയാളികൾ നൽകിയിട്ടുമുണ്ട്. മലയാളത്തിൽ ലക്ഷ്മി ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യുള്ള ചിത്രങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നടൻ ജയറാമിനൊപ്പമാണ്. കുടുംബ ചിത്രമായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ലക്ഷ്മിയുടെ സീനുകളും നൃത്തവും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. മലയാളത്തിലേക്ക് വന്ന ശേഷം ലക്ഷ്മി ചെയ്ത രണ്ടാമത്തെ സിനിമയായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ചിത്രത്തിൽ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മകന്റെ വേഷം ചെയ്തത് ഇന്നത്തെ യുവതാരം കാളിദാസ് ജയറാമാണ്. ജയറാമിനോടും കാളിദാസിനോടും മാത്രമല്ല, അതിയായ സ്നേഹവും അടുപ്പവും ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ജയറാമിന്റെ ഭാര്യയും നടിയുമായ പാർവതിയോടുമുണ്ട്. ഒരു സ്പെഷ്യൽ ബോണ്ട് തങ്ങൾ തമ്മിലുണ്ടെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പാർവതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഭാഗമായ ശേഷമുള്ള അനുഭവങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയെക്കുറിച്ചുമുള്ള ഓർമ്മകളും ലക്ഷ്മി ഗോപാലസ്വാമി പങ്കുവെച്ചെത്തിയിരിക്കുകയാണ്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. നടൻ ജയറാമിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ലക്ഷ്മി ഗോപാലസ്വാമി സംസാരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ജയറാമിന്റെ മക്കളായ ചക്കിയെയും കണ്ണനെയും കണ്ടിട്ടുണ്ടെന്നും അന്ന് രണ്ടുപേരും ഗുണ്ടായിട്ടുള്ള കുട്ടികളായിരുന്നുവെന്നും ചക്കി പെട്ടെന്ന് വളർന്നല്ലോ എന്ന് ചക്കിയുടെ വിവാഹത്തിന് പോയപ്പോൾ തോന്നിയെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ കാളിദാസിനൊപ്പം തനിക്ക് സീനുകൾ കുറവായിരുന്നുവെന്നും പക്ഷെ അതെല്ലാം നല്ല ഓർമ്മകളായിരുന്നു. അതുപോലെ പാർവതിയുമായും താൻ നല്ല സ്നേഹത്തിലാണെന്നും അവൾക്ക് തന്നെ കാണുമ്പോൾ അവളുടെ അനിയത്തിയാണ് ഓർമ്മ വരുന്നതെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ തമ്മിൽ നല്ലൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ടെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു. എന്നും വിളിക്കാറും സംസാരിക്കാറുമില്ലെങ്കിലും തങ്ങൾ തമ്മിൽ വളരെ അഫെക്ഷൻ ആണെന്നും തന്റെ ഡാൻസ് പ്രോഗ്രാം കാണാൻ പാർവതി വരാറുണ്ടെന്നും കാളിദാസ് വളരെ ഹാൻസം യങ് ബോയ് ആയെന്നും നടി പറയുന്നു. കാളിദാസിനെ കണ്ടയുടൻ താൻ അവനെ കെട്ടിപ്പിടിച്ചുവെന്നും കുട്ടികൾ വലുതായത് കാണുമ്പോഴാണ് നമ്മുടെ പ്രായം നമുക്ക് മനസ്സിലാകുന്നതെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നുണ്ട്. മാത്രമല്ല, സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്കും കാരവാൻ കൊണ്ടുവരുന്നത് സ്ത്രീ അഭിനേതാക്കളുടെ സുരക്ഷയ്ക്കും മറ്റും വേണ്ടിയാണെന്നും ലേഡീസിനും കാരവാൻ വേണമെന്ന് അമ്മയുടെ മീറ്റിംഗിൽ പലപ്പോഴും താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വേണമെന്നും ലക്ഷ്മി ഗോപാലസ്വാമി അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 15 വയസ്സ് മുതൽ താൻ ഡ്രൈവ് ചെയ്യുമെന്നും പിന്നെ ലോൺ എടുത്ത് തനിക്കായി ഒരു കാർ വാങ്ങിയെന്നും താരം വ്യക്തമാക്കി. ടീച്ചിങ് എന്നതിൽ താൻ മികച്ചതാണ്, പക്ഷെ ദിവസവും കൃത്യമായി ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നത് തനിക്ക് സാധ്യമാകില്ല. അതുകൊണ്ടാണ് നൃത്തം പഠിപ്പിക്കാൻ താൻ സ്കൂൾ തുടങ്ങാത്തതെന്നും നടി പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നതുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും നേരിടേണ്ടി വരുന്നതെന്നും മറ്റ് രാജ്യങ്ങളായിരുന്നുവെങ്കിൽ ഇത് കേൾക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടെന്നും പിന്നെ ഇപ്പോൾ അത്തരം ചോദ്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും മലയാളം തനിക്ക് അറിയില്ല, പഠിക്കാനും ഉദ്ദേശമില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നുണ്ട്. അതേസമയം 54-കാരിയായ ലക്ഷ്മി കർണാടകയിലാണ് ജനിച്ചു വളർന്നത്. അഭിനയവും നൃത്തവും വായനയും എല്ലാമാണ് ഇപ്പോഴും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പ്രധാന വിനോദങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.